ലോക്സഭയിൽ അവതരിപ്പിച്ച വഖഫ് നിയമ ഭേദഗതി ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടു. പ്രതിപക്ഷത്തിന്റെ കടുത്ത എതിർപ്പിന് പിന്നാലെയാണ് തീരുമാനം. പലയിടത്തും വഖഫിന്റെ പേരിൽ ഭൂമാഫിയ പ്രവർത്തിക്കുകയാണെന്ന് ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജു ആരോപിച്ചു. വഖഫ് ബിൽ രാജ്യത്തെ ഭിന്നിപ്പിക്കാനുള്ള ബില്ലാണെന്നായിരുന്നു ലോക്സഭയിൽ കെ.സി. വേണുഗോപാലിന്റെ വിമർശനം. വിവാദ നിർദ്ദേശങ്ങളടങ്ങിയ വഖഫ് നിയമ ഭേദഗതി ബിൽ ലോക്സഭയിലെത്തിയപ്പോൾ വിശദമായ ചർച്ചയാണ് നടന്നത്. വഖഫ് ബോർഡുകളിൽ 2 മുസ്ലിം ഇതര വിഭാഗക്കാരെ ഉൾപ്പെടുത്തണമെന്ന നിർദ്ദേശം അംഗീകരിക്കാനാകില്ലെന്ന് ചർച്ചയിൽ പങ്കെടുത്ത കെ.സി. വേണുഗോപാൽ അയോധ്യയിലും ഗുരുവായൂരടക്കമുള്ള ക്ഷേത്രങ്ങളിലെ ഭരണസമിതികളിലും അഹിന്ദുക്കളെ ഉൾപ്പെടുത്താനാകുമോ എന്നായിരുന്നു ചോദ്യം. We are believing in, sir, I told that Guruvayur temple, there is a temple Devaswam board. Anybody can believe that temple Devaswam board can have non-Hindu? Your fundamental idea is to create conflict and create the anger between the communities and make violence everywhere. This provision, anybody, non-Muslims also be part of Waqf Council, is directly an attack on the faith and freedom of religion. കോടതിയിലെത്തിയാൽ ബിൽ നിലനിൽക്കില്ലെന്ന് N.K. പ്രേമചന്ദ്രൻ MP. വഖഫ് ബോർഡിനെ ഇല്ലാതാക്കാനാണ് നീക്കമെന്നും ബിൽ ഭരണഘടനാ വിരുദ്ധമെന്നും ലോക്സഭയിൽ E.T. മുഹമ്മദ് ബഷീർ, K. രാധാകൃഷ്ണൻ എന്നിവരും പറഞ്ഞു. അതേസമയം കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു ആരോപണങ്ങൾ തള്ളി. വഖഫ് ബോർഡിന്റെ അനധികൃത കയ്യേറ്റങ്ങളെക്കുറിച്ച് പരാതി ലഭിച്ചിട്ടുണ്ട്. ദുർബല വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം നൽകുന്നതാണ് ബില്ലെന്നും ന്യൂനപക്ഷ മന്ത്രി. वक्फ बोर्ड में ऑडिट और अकाउंट्स का तरीका प्रॉपर नहीं है, उसका पूरा प्रबंधन होना चाहिए, ये उस समय का रिपोर्ट में कहा गया है. और आखिरी में it recommended the reforms in the category of वक्फ अल औलाद, बच्चों के लिए जो हम वक्फ देते हैं उसको सुधार लाना चाहिए. ये 1976 का रिपोर्ट में कहा. ബില്ലിനെ അനുകൂലിച്ച് NDA ഘടകകക്ഷികളായ JDUവും TDPയും രംഗത്തെത്തിയിരുന്നു. ചർച്ചയ്ക്ക് പിന്നാലെ ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാൻ തീരുമാനിച്ചു. ഉടൻ തന്നെ സ്പീക്കർ പാർലമെന്ററി സമിതി രൂപീകരിക്കും. റിപ്പോർട്ടർ, ദില്ലി.